പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് ഒരുപാട് നാളത്തെ ഭയങ്കരമായ മടികൾക്ക് ശേഷം ഞാൻ ഒരു സൂപ്പ് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാൽമൺ ആയിരുന്നു. സാൽമൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുള്ളും തലയും മാത്രം സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സൂപ്പ് ചെയ്യാൻ എന്ന് വിചാരിച്ചു. നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കറികളും ഫ്രൈ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ഫിന്നിഷ് സലാഡാണ് ഉണ്ടാക്കുന്നത്. ഫിൻലൻഡുകാരുടെ ഒരു ഓതൻറ്റിക് റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. ഉപ്പും കുരുമുളകും വെള്ളവും ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ബോൺലെസ് പീസാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് ഡീൻ ബോൺ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തത്. പിന്നെ എനിക്ക് മടിയായി. എന്തായാലും നമുക്ക് സൂപ്പിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ലീക്കാണ് സാധാരണ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് എടുക്കുക. തൽക്കാലം ഞാൻ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ഉരുളൻകിഴങ്ങാണ് എടുക്കുക. അപ്പോൾ ഉരുളൻകിഴങ്ങ് തനിച്ചാക്കാൻ എനിക്ക് പറ്റില്ല. നമ്മൾ സാധാരണ ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ഉരുളൻകിഴങ്ങും ഒരു കൂസ അല്ലെങ്കിൽ സുക്കിനിയുടെ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കുരുമുളകും മാത്രം മതി. ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒതൻറ്റിക്കായിട്ട് ബട്ടറിലായതുകൊണ്ട് ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽട്ടായതിനു ശേഷം സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ലീക്ക് കിട്ടാൻ സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ ലീക്ക് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ശേഷം ഒരു കഷ്ണം സവാള ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് സവാള ഒന്ന് വഴറ്റുന്ന വന്നപ്പോൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 3-4 ദിവസം വെച്ചിട്ടാണ് കഴിക്കട്ടെ. അതുകൊണ്ടാണ് ഒരു പീസ് ഉരുളൻകിഴങ്ങ് എടുത്തത്, ഒറ്റ ഉരുളൻകിഴങ്ങ് എടുത്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ പിന്നെ കൂസ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാൻ നമ്മൾ മീൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ മീൻ തിളപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചവെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ദിൽ ലീവ്സിൻ്റെ തണ്ട് കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് തിളച്ച് വരുമ്പോൾ ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വേവും. ഇനി നിങ്ങൾ മീൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മീനും കൂടെ ചേർത്തിട്ട് 5 മിനിറ്റും കൂടെ തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യമില്ല, മീൻ നേരത്തെ വേവിച്ചത് കൊണ്ട് ലാസ്റ്റ് ദിൽ ലീവ്സും പിന്നെ വേവിച്ച് വെച്ച മീനും ഇത് ഡീബോൺ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ബെസ്റ്റ് കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീമിന് പകരം ഞാൻ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുള്ളി വരുന്നാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഒരുപാട് തിളച്ച് പോയാൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇനി നോക്കിയിട്ട് ഉപ്പോ കുരുമുളകോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് മീൻ വേവിച്ചപ്പോൾ ചേർത്തൊരു കുരുമുളകേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് റെഡിയാണ്. ഞാൻ കുറച്ചുകൂടെ എരിവിന് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തുള്ളി വന്നാൽ തന്നെ തീ ഓഫ് ചെയ്യാം. ഞാനെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു 100 ഗ്രാമൊക്കെ കാണുള്ളൂ. ഒരു 3-4 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 25 ഗ്രാമൊക്കെ കഴിക്കുള്ളൂ. അത് പിന്നെ നമ്മൾ സാമ്പാറിലൊക്കെ കഴിക്കുന്ന ഒരളവിലേ വരുള്ളൂ. വലിയൊരു പ്രശ്നമാകില്ല. കണ്ണ് തെറ്റിയപ്പോഴേക്ക് അത്യാവശ്യത്തിന് കൂടുതൽ തിളച്ച് വരുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി പറയാം. ഞാൻ രാത്രിയിലാണിത് കഴിച്ചത്. നമ്മൾ ഇത്രയും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആവശ്യമുണ്ടാവില്ല. വയറൊക്കെ നല്ല ഫുള്ളായിട്ട് തോന്നും. 2-3 പീസും കുറച്ച് വെജിറ്റബിൾസും ആൻഡ് സൂപ്പും കൂടെയാണ് കഴിച്ചത്. ബാക്കി ഞാൻ 3 പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്ത 3 ദിവസം രാത്രി കഴിക്കാനുള്ളതാണ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ വെജിറ്റബിൾസിനൊന്നും വലിയൊരു പ്രത്യേകിച്ച് പ്രാധാന്യം തോന്നിയില്ല. ഈ സൂപ്പ് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. മീനിൻ്റെ നല്ലൊരു രുചിയൊക്കെ ഉണ്ട്. എന്നാൽ മറ്റുള്ള മീൻ പോലെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല. കഷ്ണങ്ങളും എടുത്ത് കഴിക്കാൻ ഇഷ്ടമാവും. സലാഡ് മടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.